എന്തൊക്കെയാണ്? ആഹാ, കടലയുണ്ട്, ആ, പായസമുണ്ട്, ചുക്ക് കാപ്പിയുണ്ട്. പിന്നെ പായസം ഓരോ ദിവസം ഓരോ. അതെ, ഓരോ പല വെറൈറ്റി ആണോ? അത് ശരി. തൈക്കടപ്പുറം മുതൽ മടക്കര വരെ, മടക്കര മുതൽ തൈക്കടപ്പുറം വരെ. ഇത്ര ഏരിയ ആണ് ഫിക്സ്ഡ് ഏരിയ ഇല്ല? അവര് കസ്റ്റമർ 8 കിലോമീറ്ററിലാണല്ലേ വരുന്നത്? അത് നമ്മൾ സ്ഥിരം ഒരൊറ്റ റൂട്ടാണോ? സ്ഥിരം കസ്റ്റമർ കുറെ ഉണ്ടെന്ന് തോന്നണല്ലേ നമുക്ക്? നമ്മളെ പ്രതീക്ഷിച്ച ഓരോ സൈഡിൽ ആൾക്കാർ നിൽക്കുവാണല്ലേ? അതെ അല്ലേ? 1 മണിക്ക് കോണി റോഡ്, 2 മണിക്ക് ഓർച്ചപ്പാലം. ഓ, അങ്ങനെയുണ്ട്. 3 മണിക്ക് കോട്ടപ്പുറമ്പലം, 4 മണിക്ക് കോട്ടപ്പുറമ്പാലം, 5 മുതൽ 7:30 വരെ മടക്കര. ഓ, എനിക്ക് വയ്യത്. ഇത് കണ്ടത് ഇപ്പൊ തന്നെ ചുറ്റും ആളായി കേട്ടാ, ഫുള്ളായി. നമുക്ക് കൂടുതലും ഡിമാൻഡ് ഏത് ഐറ്റമാ? പായസത്തിന്. പായസം എല്ലാത്തിനും ഡിമാൻഡ് ഉണ്ട്, പായസം കൂടുതൽ. അതെ അല്ലേ? എല്ലാ പായസം ഒരേപോലെ. സഞ്ചരിക്കുന്ന ഒരു ചെറിയൊരു ഹോട്ടൽ തന്നെ, ഒരു എന്താ പറയണ, എല്ലാം ഉണ്ട്. ഇത് കണ്ട, ഈ ഓരോ ദിവസമാണ്. വ്യാഴാഴ്ച പാലട, ശനിയാഴ്ച ഈത്തപ്പഴത്തിൻ്റെത്, ഞായറാഴ്ച ചെറുപരിപ്പ്, ബുധനാഴ്ച ചെറുപരിപ്പ്, ചൊവ്വ ഗോതമ്പ്, തിങ്കള് സേമിയ, ഇങ്ങനെ പലതരത്തിൽ. അതുപോലെ ചുക്കാപ്പി, അത് പൊടിയും ഒക്കെ ഉണ്ട്, നാടൻ ചമ്മന്തിപ്പൊടിയുണ്ട്. ഇത് കണ്ടത്, ഇതൊക്കെയാണ് ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സർവത്ര വണ്ടിയിലെ LED ഇതൊക്കെ ഇട്ടത്, വേസ്റ്റ് ഇടാനുള്ള സൗകര്യങ്ങൾ ഒരു സ്ഥലത്ത്. കപ്പലണ്ടി വേണ്ടവർക്ക് അതുണ്ട്. ഇതിനൊക്കെ ഗ്ലാസ്, ഇതെല്ലാമായിട്ട് ഭയങ്കര. നമ്മളിങ്ങോട്ട് കുറേ സമയമായി നമ്മൾ ഈ കക്ഷിയെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ കണ്ടപ്പോൾ ഈ ഓരോ സ്ഥലത്തും പുള്ളിയെ വെയിറ്റ് ചെയ്ത് ആൾക്കാർ നിൽക്കുവാണ്. അത് കണ്ടുകൊണ്ടാണ് നമ്മൾക്ക് പുള്ളി ഇതൊന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. കണ്ട് ചുറ്റും ഇത് നമ്മൾ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. പുള്ളി ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പുള്ളി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. നമ്മളിങ്ങനെ പോകുന്നപ്പോഴൊക്കെ കാണാം, ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ നമ്മൾ ഓരോ പണ്ട് പാലും ഇതൊക്കെ ആയിട്ട് ആൾക്കാർ വരുമ്പം നിൽക്കത്തില്ലേ, അതുപോലെ ഉള്ളൊരു സെറ്റപ്പാണ്. ഇങ്ങനെ പേരെങ്ങനെയാണ്? നാസർ അല്ലേ? നാസർച്ച. ഇവിടുത്തെ ഇക്കാൻ, ഞങ്ങളുടെ ഇക്കാന്നുള്ള ഒരു ഇത് ഇവിടെ ഇച്ചയാണ് അല്ലേ? നാസർച്ച. പിന്നെ ഈ ചില സ്ഥലത്തൊക്കെ നമ്മൾ ബോർഡൊക്കെ വെച്ചിട്ട് കാണാം, റഫീച്ചായ, റഫീച്ച. കാസർഗോഡ് ജില്ലയില് 90% ആൾക്കാരും ഇച്ചാന്നാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മാത്രമേ, തെക്കോട്ട് വരുമ്പോഴാണ് ഇക്കായി. അതെ അല്ലേ? അത് ശരി. എത്ര വർഷം? ഇപ്പൊ എത്ര വർഷമായി ഇത്? 4 വർഷമായിട്ട് നമ്മളുണ്ട്. പ്രവാസ ജീവിതം 14 വർഷം ഉണ്ടായിരുന്നു. നമ്മളപ്പോ ആ 14 വർഷത്തെ പ്രവാസ ജീവിതവും ഈ 4 വർഷത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ നാട്ടില് 4 വർഷം തന്നെയാണ് ബെറ്റർ അല്ലേ? എനിക്ക് തോന്നുന്നത് ഈ ഇവിടുത്തെ ഓരോരുത്തരെ നമ്മൾ നോക്കുമ്പോഴേ നമ്മൾ ആ 14 വർഷം ഇതായിരുന്നെങ്കിൽ എവിടെയെങ്കിലൊക്കെ നമ്മൾ എത്തിപ്പെട്ടേനെ അല്ലേ? അതെ അല്ലേ? ഹാപ്പിയാണ്. അൽഹംദുലില്ലാ. എന്തായാലും കണ്ടത് ഭയങ്കര സന്തോഷം കേട്ടാ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് 2 കുട്ടികളുണ്ട്. അതെ അല്ലേ? ഇതെല്ലാം നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ പ്രോഡക്റ്റും അല്ലേ? സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് വീട്ടില്. അതില് വൈഫും എല്ലാവരും സപ്പോർട്ട് ഉണ്ടോ? ഓ, നമ്മൾ ഒറ്റക്കുള്ള പരിപാടിയാണ്. ആ, നമ്മൾ ആ കൂട്ടത്തിൽ അവരെ നമ്മൾ വീണ്ടും ഒരു ഭാരം കൊടുക്കണ്ടല്ല അല്ലേ? കുട്ടികളൊക്കെ എത്രയിലൊക്കെ? കുട്ടികൾ ഒരാൾ 9ാം ക്ലാസ്, ഒരാൾ 8ാം ക്ലാസ്. അതെ അല്ലേ? ഒരാണ്. മുഹമ്മദ് ഷഹീൽ, ഒന്ന് വൈഫ്. വീട്ടില് പാപ്പ ഉമ്മ മരിച്ച്. ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ചായ എല്ലാം ഉണ്ടല്ലേ? എനിക്ക് ചുക്കാപ്പി തൊണ്ടൊക്കെ ഒരു അടപ്പൊക്കെ ഉണ്ട്. അപ്പൊ അത് മാറട്ടെ. മഞ്ഞൊക്കെ അല്ലേ? നമ്മുടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനം നിങ്ങളുടെ എന്തുവാ? ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഡിമാൻഡ് ആയിരിക്കും അല്ലേ? അതെ അല്ലേ? ഇവരൊക്കെ നിങ്ങൾ സ്ഥിരം ആൾക്കാരാണോ? അതെ. നിങ്ങളെ എന്തായിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടം? പായസമാണോ? ഏതാണ് നിങ്ങള്? പായസം തന്നെ ടേസ്റ്റ് ചെയ്തെല്ലാം മാറ്റി നോക്കൊണ്ടെന്ന് തോന്നല്ലേ? അടിപൊളിയാണോ? ഓ, ശരി. നിങ്ങളൊക്കെ സ്ഥിരം ഇവിടെ വന്ന് നിൽക്കാറുള്ളതാണോ? നാട്ടുകാരാണ്. അതെ അല്ലേ? ഓ, ഒരു പുള്ളിക്കൊരു കൈസഹായം എന്നുള്ള രീതിയിൽ ഒപ്പം നമുക്ക് നല്ലൊരു സാധനവും കിട്ടുമല്ലോ അല്ലേ? ഇത് അവസാനത്തെ സെക്ഷനാണ് തോന്നുന്നത്. ആണല്ലേ? ഞങ്ങളുടെയൊക്കെ ശരിക്കും പറയുമ്പം ആദ്യമൊക്കെ ലൈറ്റാണ്, എന്നിട്ട് ഇത് നല്ല ഹാർഡാ. ഇത് തുടങ്ങുമ്പോഴിങ്ങനെ അല്ലേ? നല്ല കട്ടിക്കാണ് സാധനം. ആടലോടൊപ്പം തക്കോലം, തിപ്പല്ലി, കരിഞ്ചീരകം, സാദാ ജീരകം, പിന്നെ പുതിന, തുളസി,
ഒത്തിരി 13 ഐറ്റംസ് ഇടുന്നുണ്ട്. ഓ അടിപൊളി. സ്ഥിരം ഇവർ കുടിക്കാൻ ചോദിച്ചാൽ മതി, അതല്ലേ? ഇവർ തന്നെ കുടിക്കാം. പക്ഷെ ഇത് കണ്ട സാധാരണ സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ ഈ ലാസ്റ്റ് ടൈമിന് വരികയല്ല, അതിന്റെ ഒരു സത്ത് ഫുള്ള് കിട്ടുന്നൊരു സംഭവം ആ രീതിക്കാണ്. നല്ല കുറുക്ക് പരുവത്തിലാണ് വിളിച്ചിട്ട് കാണുന്നുണ്ട്.